സംസ്ഥാന 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സമസ്ത സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്ന വലിയൊരു സംവിധാനമാണ് 10,313 പ്രബോധകർ. അതിന് പേര് സമസ്ത മുഷാവറ പിന്നീട് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി പ്രബോധകർ ദായിമാരെന്ന് പറയുന്നു. അതാണ് 10,000. അവരാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഫെബ്രുവരി 4 മുതൽ അവിടെ ഉണ്ടാവുക. പിന്നീട് 6-ാം തീയതിയാണ് ബാക്കി 23,000 ആളുകൾ വരിക. മൊത്തം 33,313 ആളുകളാണ്. അപ്പോൾ മൊത്തം നമ്മൾ 2 ടീമായിട്ടാണ് മൊത്തം വരുന്നത്. ഇവർ 4-ാം തീയതി മുതൽ 8 വരെ ദായികളുണ്ടാവും, മറ്റു ടീം 6 മുതൽ 8 വരെ ഉണ്ടാവും. അങ്ങനെ എനിക്കൊരു സംശയം, സാധാരണഗതിയിൽ അന്ന് നമ്മുടെ കൊല്ലത്തെ ഇതിൻ്റെയൊക്കെ സമ്മേളനം നടന്ന സമയത്ത് അവിടെ ഒരേ സമയം 2 ടെൻറ്റുകളിലായിട്ട് ക്യാമ്പുകൾ നടന്നിരുന്നു. ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു വലിയ പന്തലിൽ ഒരേ സമയം ഒരു ക്യാമ്പ് മാത്രമാണോ നടക്കുക, അല്ലെങ്കിൽ 2 വേദികൾ, അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഈ ദായികൾക്കുള്ളത് ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ആദ്യം നടത്തും. അവർക്ക് മാത്രമുള്ള അവരെന്തൊക്കെ ചെയ്യണം, അവരെങ്ങനെ ആയിരിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും ഈ പ്രബോധകർക്ക് മാത്രമായിക്കൊണ്ട് ക്യാമ്പ് നമ്മൾ നടത്തും. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വേദി 2, വേദി 3 പറഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് അത് സെപ്പറേറ്റ് ഓരോ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പ്രത്യേക ക്ഷണിതാക്കളെ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഗസ്റ്റുകളെ കൊണ്ടുവന്ന് ഫാക്കൽറ്റികളെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം വേറെ സമയം 3 ക്യാമ്പ് നടക്കും, 3 വേദികളായിട്ട് നടക്കും. പക്ഷേ 33,313 ഒറ്റ വേദിയിലായിരിക്കും. അത് നിങ്ങൾ അവിടെ നിന്ന് കണ്ടായിരിക്കും. നമ്മൾ കണ്ടുള്ള വിശാലമായ രീതിയിലുള്ള ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിശാലമായ പന്തലിലാണ് അത് നടക്കുക.